ഓരോ ക്വാർട്ടറിലും ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പേര് ജെൻസൺ, എമർടെക് ടെക്നോളജി ക്വിക്നെറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മിസ്റ്റർ ഷറഫുമായിട്ട് ഒരു ഡിസ്കഷനാണ്. ടെക്നോളജി എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് എന്നുള്ളൊരു ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഷറഫിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കമ്പനിയുടെ പേര് അഗോറ ടെക്നോളജീസ് എന്നാണ്. കമ്പനി ഫൗണ്ട് ചെയ്തിട്ട് 2020 കൊറോണ സമയത്ത് പീക്ക് അവേഴ്സിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2020. ഇപ്പോൾ നമ്മുടെ ഈ ടെക്നോളജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ആവശ്യകത ജെൻസൺ പറഞ്ഞ പോലെയുള്ള പീക്ക് ടൈമിലാണ് അഗോറ ടെക്നോളജീൻ്റെ ഫോർമേഷൻ വരുന്നത്. അതായത് എല്ലാവരും ഓഫ്ലൈൻ മോഡിൽ നിന്ന് ഓൺലൈൻ മോഡിലേക്ക് മാറുന്നു. ആ സമയത്തുള്ള മാർക്കറ്റിൻ്റെ ഒരു ആവശ്യകത, നമ്മുടെ പ്രസൻസ് ആവശ്യമാണ്. ആ സമയത്ത് നല്ലൊരു പിച്ചിങ് ആയിരുന്നു. അപ്പോൾ ആ എല്ലാവരും ഓഫ്ലൈൻ നിന്ന് ഓൺലൈനിലേക്ക് പോകുന്നതോടുകൂടി അവർക്കുള്ള എക്യുപ്മെൻറ്റ്സ്, അവർക്കുള്ള റിമോട്ട് വർക്കിംഗ് ചെയ്യാനുള്ള ടെക്നോളജി, അതായത് VPN സർവീസുകൾ, ഓൺലൈൻ ആക്സസുകൾ, ഓഫീസിലുള്ള വീട്ടിലിരുന്നിട്ട് തന്നെ ഓഫീസിലേക്കുള്ള കൂടുതലും ഷറഫ് വർക്ക് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി, ഓൺലൈൻ പ്രസൻസ്, മീറ്റിംഗ് ഷെഡ്യൂളിംഗ്, അങ്ങനത്തെ മേഖലകൾ. എസ്പെഷ്യലി സിസ്റ്റം, ഒരു ഓഫീസിന്റെ സിസ്റ്റം ഓർഗനൈസ് ചെയ്യുന്ന ഭാഗമായിട്ടുള്ള ടെക്നോളജി ഇംപ്ലിമെന്റേഷനാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോൺഫറൻസ് സിസ്റ്റം കൊടുക്കുന്നത്, അതുപോലെ ഡാറ്റാ സെന്ററിലേക്കുള്ള എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം, ഡാറ്റ ഫയൽ സെർവർ, ബാക്കപ്പ് സൊല്യൂഷൻ, വെബ്സൈറ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഗോറ ടെക്നോളജീസിന്റെ ഭാഗത്തു നിന്നുള്ള. അപ്പം നമ്മൾ രണ്ടുപേരും ഏകദേശം ഓൾമോസ്റ്റ് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും ELV-ലും വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്നോളജിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസ്റ്റം സൈഡ് ആയാലും ഫയർവാൾ സൈഡ് ആയാലും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ബിസിനസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. കാരണം ഓൾമോസ്റ്റ് ബിസിനസ്സുകാരും അവർ പല ഫീൽഡുകളിൽ നിന്നവരായിരിക്കും. ചിലപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ ആയിരിക്കാം, കൺസ്ട്രക്ഷൻ കമ്പനീസ് ആയിരിക്കാം. ഇവർക്ക് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മേജർ ഒരു ഉദ്ദേശം ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻലി നോക്കുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മേജർ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ് അതിനകത്ത് മേജറായിട്ട് വരിക. മേജറായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, എടുത്തു പറയാൻ പറ്റും 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം തന്നെ റിസ്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. റിസ്ക് ഒഴിവാക്കുക. അപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ട് ഈ ടെക്നോളജി വെച്ചിട്ട് എങ്ങനെ റിസ്ക് ഒഴിവാക്കാം? ഒന്നാമത്തെ റിസ്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ കമ്പനിയിലെല്ലാം ഒരു വൺ മാൻ ഷോ അല്ല, ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ടീം ഉണ്ടാവും. ഈ ടീമിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രോപ്പർലി ഒരു ഡാറ്റ വേണം, ഒരു സിസ്റ്റം വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം. ഈ പീപ്പിൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാലങ്ങൾ കൊണ്ട് അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നു. വി കൻ സേ ലൈക്ക് നമുക്ക് കാലാവസ്ഥ തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് കാലാവസ്ഥ ഉണ്ട്. സമ്മർ ഉണ്ട്, വിൻ്റർ ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് കാലാവസ്ഥ ഉണ്ട്. ഓരോ ക്വാർട്ടറിലും ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലർ പറയുമായിരിക്കും ക്വാർട്ടറിലല്ല സാറേ ഡെയിലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. യെസ്, ഡെയിലി വരെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്വാർട്ടറിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എംപ്ലോയി പോയി കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ബിസിനസ് റൺ ചെയ്യണം. ബിക്കോസ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് ഡാറ്റയാണ്. അപ്പോൾ ആര് വന്നാലും പ്രോപ്പർലി മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം ഒരു കമ്പനിയിൽ.